ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 11 മണിയായി. എനിക്ക് ഇപ്പോഴാണ് ട്രേഡിംഗ് കൺസോളൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റിയത്. സോ ഐ എം ഓപ്പണിംഗ് ദി ചാർട്ട് നൗ. ചാർട്ട് ഓപ്പൺ ആക്കി നിഫ്റ്റി 50. അപ്പോൾ ഇതിപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ലുക്ക് ലൈക്ക് എ ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ഓപ്പൺ ചെയ്തേക്കുന്നത് 24,729 എന്നാണ്. അതായത് 729 ഇവിടെ. അപ്പോൾ ഇന്നലെ ഏതാണ്ട് ക്ലോസ് ചെയ്ത് കൊടുത്ത് തന്നെ ഓപ്പൺ ആക്കണേ. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. പിന്നെ ഓപ്പണായി കുറച്ച് നേരം ഒന്ന് സൈഡ് വൈസ് പോയിട്ട് താഴെ പോയി വീണ്ടും അപ്പ് മൂവ്മെൻറ്റ് വന്ന് ദ സെയിം ടൈം ഇപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടിന് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് എന്തായാലും മുകളിലേക്ക് പോകും. ഞാനത് വരച്ച് കാണിച്ചു തരാം. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുമോ നോക്കാം. ഇതാണ്ട, ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഇൻവേർട്ടഡ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യണത് ഇത് മേളിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വരുമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അങ്ങനെ തന്നെ വിചാരിക്കാം. അത് ഡിലീറ്റ് ആക്കട്ടെ. സോ ഇതവിടെ ക്രോസ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. അതെങ്ങനെ പോകുമെന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം. പക്ഷേ ഇത് പോയാൽ തന്നെ ഇവിടം വരെ വരാൻ സാധ്യതയുള്ളൂ. അവിടെ നിന്ന് ചിലപ്പോൾ റീബൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്കത് എത്ര 24,740 ഏകദേശം 100 പോയിൻറ്റ്സ് ഉണ്ട്. ഇത് ഇവിടെ നിന്ന് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നമുക്കൊന്ന് നോക്കാം. അവിടെ ഒന്ന് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് വെക്കാം അവിടെ എന്തായാലും. ഓക്കെ, അവിടെ ഞാൻ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണേൽ ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കാം. ഈ ഒരു ലെവലിൽ ഇത് വേണമെങ്കിൽ സപ്പോർട്ടായിട്ട് വേണമെങ്കിൽ ആക്ട് ചെയ്യും. ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഈ മേൽ കാണുന്നത് റെസിസ്റ്റൻസും താഴെ കാണുന്ന സപ്പോർട്ടും. പിന്നെ നമുക്ക് എൻ്റെ അടുത്ത് വീഡിയോയിൽ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കണത്. നമ്മളിങ്ങനെയാണ് വരയ്ക്കണത്. അത് ഏറ്റവും കൂടുതൽ ക്യാൻഡിൽ ഫോർമേഷൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അവിടെ എന്തായാലും ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇത് റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് തൊട്ട് മേളിൽ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് പിന്നെ ഇവിടെ മേളിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് കണ്ട. അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കണം. ഞാൻ അതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കണം. നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഓടിച്ചാടി എടുക്കുന്നില്ല. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ്സൊക്കെ നെഗറ്റീവാണ്. അതും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ഇൻഡൈസസിൽ പോവുകയാണെങ്കിൽ ഗ്ലോബൽ ഇൻഡൈസസ് കണ്ട നിഫ്റ്റി ഡൗൺ ആണ്. പിന്നെ അമേരിക്കൻ മാർക്കറ്റ്സ് ഫുള്ള് ഡൗൺ ആണ്. പിന്നെ ഏഷ്യൻ മാർക്കറ്റ്സ് ഡൗൺ ആണ്. സിംഗപ്പൂരും ജപ്പാനും. ആകെ ഹോങ്കോങ്ങും പിന്നെ യൂറോപ്പ് മാർക്കറ്റ്സ് മാത്രമേ ഗ്രീനായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഡൗൺഫോൾ എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം ഇന്നലെ നല്ല റാലി നടന്നതല്ലേ. ഇന്നലെ നല്ല റാലി നടന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ചിലപ്പോൾ ഇതുവരെ പോയിട്ട് ചിലപ്പോൾ താഴേക്ക് തന്നെ ഡൗൺഫോൾ സംഭവിക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡൗൺഫോൾ സംഭവിക്കാനും മതി. എന്തായാലും ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോർമേഷനൊക്കെ വരച്ചു തന്നത്. നമുക്ക് എന്തായാലും ഒബ്സർവ് ചെയ്യാം ഇവിടെ നിന്ന് എന്താ സംഭവിക്കണേന്ന്. ആസ് പെർ ദ ടെക്നിക്കൽ അനാലിസിസ് ഇത് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യണം. നേരെ എതിരെയും സംഭവിക്കാം. നമുക്ക് എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഓപ്ഷൻ ചെയിനിൽ എന്താ സംഭവിക്കണമെന്ന് കൂടി നോക്കാം. ഓപ്ഷൻ ചെയിനിൽ സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് 25,000 നല്ല റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇവിടെ 25,000 കാണാം റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പിന്നെ അതായത് ഇവിടെ കണ്ട 25,000 ഇവിടെ. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 25,000 റെസിസ്റ്റൻസ് ഉണ്ട്, നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അതുപോലെ
24,500 നല്ല സപ്പോർട്ടുണ്ട്. അതുപോലെ 24,700 നല്ല രീതിയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട്. റെസിസ്റ്റൻസ് ആണ് കൂടുതൽ, സപ്പോർട്ട് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത് തിരിച്ച് റീബൗണ്ട് ചെയ്ത് താഴേക്ക് പോകാൻ തന്നെ ആയിരിക്കും സാധ്യത 24,700. അത് താഴെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് അത് നല്ലൊരു മൊമെൻറ്റത്തോടെ താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുവാണെങ്കിൽ 24,500 ഒന്ന് സ്റ്റോപ്പാവും. നമുക്കവിടെ നോക്കാം 24,500 അവസ്ഥ എന്താണെന്നുള്ളത്. 24,500 ഇവിടെ വരെ വരണം. അവിടെ വരെ നല്ല ഇത് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ റിവേഴ്സ് കാണുന്നുണ്ട്, ഇവിടെ നിന്ന് റിവേഴ്സൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു ചാർട്ട് പാറ്റേൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് തന്നെ വരും. ഞാനൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കാരണം അത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പുൾ ബാക്ക് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ നിന്ന് എനിക്ക് 750 നല്ലൊരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ താഴെ പോരുന്ന കണ്ടപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കണ പൊസിഷൻ കുറച്ച് ഔട്ട് ഓഫ് ദ മണിയാണ്. അത് 24,200 എടുത്തേക്കണം. ഒരു 400 പോയിൻറ്റ് 500 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. അതിപ്പോൾ പ്രോഫിറ്റിലാണുള്ളത്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ അതിൻ്റെ സ്പോട്ട് ചാർട്ട് പോവുകയാണെങ്കിൽ അത് ഗ്രോ ചെയ്യാനായിട്ട് പൊട്ടൻഷ്യലുള്ളൊരു സ്ട്രൈക്ക് പ്രൈസാണ്. നമുക്ക് ഈ ഒരു ലെവലിൽ വരെയൊക്കെ പിടിക്കാൻ പറ്റും മിക്കവാറും. ഒരു 50-60% ഒക്കെ ചിലപ്പോൾ പിടിക്കാൻ പറ്റും. നോക്കാം എന്തായാലും. അത് നേരെ താഴേക്ക് പോരുകയാണെങ്കിൽ. നിഫ്റ്റിയുടെ അവസ്ഥ ഇതാണ്. ഞാനെന്തായാലും പിന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഇല്ല, ഇതിൽ സ്റ്റോപ്പ് ലോസ് കാണാൻ പറ്റില്ല. ഞാനെന്തായാലും ഒരു 8 റുപ്പീസ് മൈനസ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ 49.80 എടുത്തേക്കണം 25 ക്വാണ്ടിറ്റി. അതിൽ നിന്ന് ഒരു 8 രൂപ മൈനസ് ചെയ്തിട്ട് 41.80. അപ്പോൾ 8 × 25 വരുമ്പോൾ 200 രൂപ. അപ്പോൾ എനിക്ക് ലോസ് പോവുകയാണെങ്കിൽ 200 രൂപയാണ് ലോസ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ SL. അപ്പോൾ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു SL എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന SL എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 ട്രേഡിൽ 200 വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ 2 ട്രേഡാണ് ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ 200 രൂപ വെച്ചിട്ടാണ് ഓരോ ട്രേഡിൽ ഞാൻ SL ഫിക്സ് ചെയ്തേക്കണം. അപ്പോൾ അവർ 200 രൂപ എത്ര വരുമോ അത്രയും. അപ്പോൾ 49.80 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 8 റുപ്പീസ് കുറച്ചിട്ട് 41.80 അതാണ് ഞാൻ SL ആയിട്ട് വെച്ചേക്കണം. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ചിട്ട് ആ വാല്യൂ എമൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പോൾ താഴേക്ക് വരുന്നുണ്ട്. പിന്നെ ഫാർ ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് ഗ്രോ ചെയ്യുള്ളൂ. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് താഴേക്ക് വരുന്നുണ്ട്. ഒരു 200 സംതിങ് ഒക്കെ വന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് വീണ്ടും തിരിച്ചു കയറുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,630 വരെയാണ്. അതുവരെ പോകുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. പിന്നെ സ്പോട്ട് പ്രൈസിൽ ഇവിടെ വരെ വന്നിട്ടുള്ളൂ, 54 വരെ വന്നുള്ളൂ. ഏകദേശം ഈ ഒരു ലെവലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. ഈ ഒരു ലെവലിൽ, ആ ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മേളിലേക്ക് പോകണം. എന്നാലേ പിന്നെ നമുക്ക് ചേസിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഇവിടെ വരെ പോകും. പിന്നെ മാർക്കറ്റിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാനിവിടെ വരച്ചത് വർക്കൗട്ടായില്ല. പക്ഷേ നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്യാം കേട്ടോ. ശരിക്കും ഇത് വർക്കൗട്ട് ആവും ചില സ്ഥലങ്ങളിൽ. പിന്നെ ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരും. അതായത് മേളിൽ നിന്ന് ഇതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് വന്നിട്ട് നേരെ താഴത്തേക്ക് നല്ല ഫോൾ വരും. ഇതിപ്പോൾ ശരിക്കും കറക്റ്റ് നമ്മൾ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നേരെ മേളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇതിപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണോ അങ്ങനെയാണ് ഇതിപ്പോൾ ബിഹേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അത് ഡിലീറ്റ് ആക്കാം. അതുകൊണ്ട് വലിയ കാര്യമില്ല. ജസ്റ്റ് ഓൺലി ഫോർ സ്റ്റഡി പർപ്പസ് നമുക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാം. ഇവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ നല്ല ലിക്വിഡിറ്റി ഉള്ളതാണ്. അതെന്തായാലും എടുക്കാൻ വേണ്ടി ഇവിടെ വരെ വരും. അതാണ് നമ്മുടെ ടാർഗറ്റ്. നോക്കാം. പിന്നെ അവിടെ നിന്ന് താഴെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് കൂടി കവർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇവിടെ വരെ വരും. പിന്നെ ഇന്ന് എല്ലാ മാർക്കറ്റും ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഇതും എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് 24,493 ഒരു 24,500 വരെയൊക്കെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം. നമ്മളെടുത്ത പൊസിഷൻ എക്സിറ്റായി, സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മുടെ
ഞാൻ എടുത്തത് ഈ ഒരു ക്യാൻഡിലിൽ നിന്നാണ്. ഈ ഒരു ക്യാൻഡിൽ, ഈ ഡോട്ട് ലൈൻസ് പോകുന്നില്ലേ, ഡോട്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഭാഗം കണ്ട, ഈ ക്യാൻഡിലിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഈ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് വെച്ചെങ്കിലും പക്ഷേ താഴേക്ക് എടുത്തിട്ട് ഇവിടെ വരെ വന്നിട്ട് വീണ്ടും കയറി ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും ടൈം ഡി കെ ഒക്കെ അടിച്ച് അത് പിന്നെ OTM-ലായതുകൊണ്ട് പ്രൈസ് നന്നായിട്ട് കുറഞ്ഞ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി. ഇവിടെ നിന്ന് അടിച്ച്, ഈ ഒരു ഭാഗത്തു നിന്ന് അടിച്ച്. പിന്നെ ഞാൻ വേറെ ട്രേഡ് എടുത്തിട്ടില്ല, അത് ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മേളിലേക്കാണോ താഴേക്കാണോ എന്ന് അറിയാതെ ഇനി ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഒരു ട്രേഡ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ആ ട്രേഡ് എടുക്കും. അപ്പോൾ ഇനി അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ നോക്കാം. ഇന്ന് രണ്ടാമതൊരു ട്രേഡും കൂടി എടുത്ത് അതും നൈസായിട്ട് ഫ്ലോപ്പായി. അത് ലോസ് അടിച്ച്, അങ്ങനെ 2 ലോസ് ഒന്ന് കിട്ടി. അഗെയിൻ 400 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. നല്ല നൈസായിട്ട് പണി വന്ന് ഇന്നത്തെ മാർക്കറ്റ് ഉണ്ട് ഒരുമാതിരി ചോപ്പി മാർക്കറ്റായിരുന്നു ഇന്ന്. ഇവിടെ ഓപ്പൺ ചെയ്ത് ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് സൈഡ് വേസ് ജസ്റ്റ് ഇവിടെ മാത്രമേ ഒരു ഡൗൺ അപ്പും വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൈഡ് വേസ് തന്നെ പോയി. ഞാൻ ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ചാണ് ട്രേഡ് എടുത്തത്. ഈ ഒരു പോയിന്റിൽ വെച്ച് ട്രേഡ് എടുത്തിട്ട് ഞാൻ വിചാരിച്ചത് അതിങ്ങനെ താഴേക്ക് പോരുമെന്നാണ്. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് വീണ്ടും തിരിച്ചു കയറിപ്പോയി. എനിക്ക് ലോസ് അടിച്ച് വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ ഒരു സപ്പോർട്ട് ഇങ്ങനെ ഫോം ആവണ ഞാൻ കണ്ടായിരുന്നു. ഈ സപ്പോർട്ടില്ലേ, ഈ ലൈൻ, ഈ ബ്ലൂ ലൈൻ 24,671 ആ ബ്ലൂ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അത് ഒരു സപ്പോർട്ട് ഫോം ചെയ്യണ ഞാൻ കണ്ടിട്ടപ്പോൾ അവിടെ ഞാൻ ബ്ലൂ ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് താഴെ പോവുകയാണെങ്കിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ ട്രേഡ് എടുത്ത്. പക്ഷേ അത് കുറച്ച് താഴോട്ട് വന്നിട്ട് ഫ്രം ഇവിടുന്ന് ഈ ക്യാൻഡിലിൽ നിന്ന് മുകളിൽ നിന്ന് അവിടെ നിന്ന് താഴേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് പ്രോഫിറ്റൊക്കെ ആയപ്പോൾ ഞാൻ സന്തോഷിച്ച് കുറച്ച് ഇവിടെ വരെ വന്നിട്ട് വീണ്ടും അപ്പായി പോയിട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച്. അങ്ങനെ മാർക്കറ്റ് ഇവിടെ ഒന്ന് എൻഡ് ചെയ്ത്. അതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഇന്ന് രണ്ടും നല്ല അടിപൊളിയായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ വിചാരിക്കണ പോലെയല്ല മാർക്കറ്റ് ബിഹേവ് ചെയ്യണത്. മാർക്കറ്റ് എങ്ങനെയാണോ അങ്ങനെ പോയാലേ നടക്കുള്ളൂ. ഓക്കെ, പക്ഷേ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ ഗ്ലോബൽ ഇൻഡെക്സൊക്കെ നോക്കിയപ്പോൾ ഏകദേശം US മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റൊക്കെ ഡൗൺ ആയിരുന്നു. യൂറോപ്പ് മാർക്കറ്റും അത്ര അപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഒരു ചോപ്പി മാർക്കറ്റാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാനത് പറഞ്ഞില്ലെന്നുള്ളൂ. പിന്നെ ഇതിപ്പോൾ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു ട്രേഡിംഗ് സെഷൻ മൺഡേ നമുക്ക് കാണാം. അപ്പോൾ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. കുറച്ച് പേര് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കമൻറ്റിൽ. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മൺഡേ കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.